ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രക്തത്താഴ്ചയും യേശുവിൻ്റെ രക്തത്താഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, 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 മഹത്വം. കർത്താവേ അങ്ങയ്ക്ക് സ്തോത്രം അപ്പ, അങ്ങയ്ക്ക് സ്തോത്രം അപ്പ. യേശുവിൻ്റെ രക്തത്താഴ്ചയും അറുക്കപ്പെട്ട കുഞ്ഞാടിയെ സ്തോത്രം അപ്പ. ജീസസ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, റോസ് ഫാമിലി FB പേജിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുവചനം കുറിച്ച് പന്തക്കവണ്ണം ദൈവമായി കർത്താവ് ഒരുക്കി തന്ന നല്ല സമയത്തിനും നല്ല സന്ദർഭത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, എത്രയോ പേർ ഇന്നലെയെ കണ്ടവർ ഇന്ന് എന്ന പ്രഭാതമില്ലാതെ മരണം അനേകരെ മുറിച്ചു കളഞ്ഞപ്പോൾ രോഗം അനേകരെ താളടിയാക്കിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു. എന്നാൽ കർത്താവ് നാമായിരുന്ന സ്ഥാനത്തൊക്കെ നമ്മെ കാത്ത് സൂക്ഷിച്ചു, പരിപാലിച്ചു. ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഹല്ലേലൂയ. കർത്താവിന് നമുക്ക് ഇന്ന് പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടെ ഒന്ന് മഹത്വപ്പെടുത്താൻ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്നത്തെ ഒരു അല്പനിമിഷം വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പഴയ ഗാനത്തിന്റെ ചില അടികൾ നമുക്ക് പാടി ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. പ്രിയരെ, ഒരു പുതിയ ദിവസം ലഭിക്കുന്നു എങ്കിൽ ഇതിനേക്കാൾ വലുത് ലോകത്തിലൊന്നുമില്ല. കർത്താവിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ മാത്രമാണ്. നമുക്കല്ലാതെ ഒന്നും തന്നെ പറയുവാനായിട്ട് ഇല്ല. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. സൗന്ദര്യത്തിൻ പൂർണ്ണതയാകുന്ന സിയോനിൽ നിന്നു പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ, തേൻമൊഴി തൂകുന്ന നിന്റെ പൊന്മുഖം കാൺമാൻ. അതിരാവിലെ ഉണർന്നെഴുന്ന് തിരുനാമത്തെ സ്തുതിക്കുന്നേ. അതിരാവിലെ ഉണർന്നെഴുന്ന് തിരുനാമത്തെ സ്തുതിക്കുന്നേ. അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ, അന്ധകാരം കൊണ്ടു മൂടപ്പെട്ട ലോകത്തിൽ എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാം. എന്നെ വീണ്ടെടുത്ത രക്ഷിതാവേ ദിനം മുഴുവൻ സൂക്ഷിക്കാം. രാം മുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കാൻ, രാം മുഴുവൻ മാർവിലെന്നെ കാത്ത കൃപയ്ക്കാൻ. ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. ആനന്ദഗീതങ്ങളാലെ തൃപ്പാദങ്ങൾ നമിക്കുന്നേ. എല്ലാ പ്രിയപ്പെട്ടവരും എന്നോട് ചേർന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും എന്നോട് ചേർന്ന് ഇരിക്കുന്ന ഇടത്ത് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രിയ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ 2 മണിക്കും 3 മണിക്കൊക്കെ എഴുന്നേറ്റ് പാടി ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഗാനമാണിത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ഗാനം കൂടിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മച്ചിയൊക്കെ പാടാൻ തുടങ്ങിയാൽ
പിന്നെ ഈ പാട്ടൊക്കെ പാടുന്ന നാട്ടുകാർ മുഴുവൻ കേൾക്കും. അതുപോലെ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയിട്ടുള്ള ഗാനമാണ്. എല്ലാവർക്കും ഇരിക്കുന്ന കിടത്ത് ദൈവത്തെ ഒരു നിമിഷം ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ജയകരമായ ജീവിതം ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടില്ലേ ദൈവങ്ങളെ? ഒരു പുതിയ ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നില്ലേ? അത് നമ്മുടെ മിടുക്കോ കഴിവോ നമുക്കെന്ന് പറയുവാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ദൈവം നമുക്ക് തന്നിട്ടുള്ളെങ്കിൽ അത് മാത്രമേ ഉള്ളൂ. ആകയാൽ എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് ചേർന്ന് പാടാം. നമുക്ക് സ്തുതിക്കാം ദൈവത്തെ. ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനാ, ജയകരമാം ജീവിതം ഞാൻ ചെയ്തിടുവാനാ, അധികാരമുള്ളേശുവിന്റെ തിരുവാർവിൽ ഞാൻ ചാരുന്നേ, അധികാരമുള്ളേശുവിന്റെ തിരുമാർവിൽ ഞാൻ ചാരുന്നേ, യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ, യാഗം കഴിച്ചു നിയമം ചെയ്ത ശുദ്ധന്മാർ, നാലാം യാമത്തിലുറന്നവർ മുദമോടെ വാഴ്ത്തുന്നു, നാലാം യാമത്തിലുണർന്നവർ മുദമോടെ വാഴ്ത്തുന്നു, സൗന്ദര്യത്തിൽ പൂർണ്ണതയാകും സിയോനിൽ നിന്ന് പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ, നിന്ന് പ്രകാശിക്കുന്നോനെ പ്രഭാതത്തിൽ സ്തുതിക്കുന്നേ. എല്ലാ പ്രിയപ്പെട്ടവർ ഇരിക്കുന്നിടത്ത് കണ്ണുകളടച്ചാട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവേ, അപ്പാ, ഈ മനോഹരമേറിയ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ തിരുമുഖം കാണുവാൻ, അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. അപ്പാ, ഇന്നലെയെ കണ്ടവർ എത്രയോ പേർ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നപ്പ, അനേകർ തീരാരോഗികളായി ആസ്പത്രിയിലും മറ്റുമൊക്കെ ആയി അഭയം പ്രാപിക്കുമ്പോഴും ഈ അടിയങ്ങളെ കർത്താവ് കാത്തു സൂക്ഷിച്ചു പരിപാലിച്ചു. അവിധങ്ങളോർത്ത് ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നപ്പ. ഞങ്ങളുടെ ആരുടെയും മിടുക്കോ കഴിവോ ഒന്നും പറയുവാനല്ല, പിന്നെയോ എൻ്റെ അപ്പൻ്റെ സ്നേഹം, എൻ്റെ അപ്പൻ്റെ കരുതൽ, അതേ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നുകൊണ്ട് അപ്പച്ച അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് ഒരുക്കി തന്ന നല്ല സമയത്തിനായി സ്തോത്രം. അല്പനിമിഷം തിരുവചനമായി അടിയിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഓൺലൈനിലായിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം, കടന്നു വരുവാനുള്ളവർക്കായി സ്തോത്രം. ഞങ്ങളുടെ പേജിനെ അപ്പച്ചൻ അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങൾക്ക് പതിനായിരങ്ങൾക്ക് സുവിശേഷം കർത്താവേ അത് കേൾക്കുവാനുള്ള കൃപ ഞങ്ങളുടെ പേജിലൂടെ കർത്താവ് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവിക സാന്നിധ്യത്തിന് മറവിലേൽപ്പാൻ സഹായിക്കാം. ഈ പ്രഭാതത്തിൽ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ നന്മകളാലെ കർത്താവ് നിറച്ച യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവജനമേ, ചില ദിവസങ്ങൾക്ക് ശേഷമായി ഒരല്പനിമിഷം എനിക്ക് ലഭിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവേ ഇന്ന് ലൈവിൽ വരണം എന്ന് ഞാൻ തന്നെ ചിന്തിച്ചു. കാരണം എനിക്കിങ്ങനെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥകൾക്ക് എനിക്ക് സമയം വളരെയേറെ അത് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ലഭിക്കുന്ന സമയം തങ്കം പോലെ ഞാനത് സൂക്ഷിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ആകയാൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പ്രഭാതം എല്ലാവർക്കും നന്മയായി അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രൈസിനോട് അല്പനിമിഷം നമുക്ക് തിരുവചനമായി നിൽക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ നാം തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മെ എന്തിനു വേണ്ടിയാണ് കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്നത് ഇന്ന് പ്രഭാതത്തിൽ നാം ചിന്തിക്കാൻ പോകുക. നിങ്ങളെ എന്നെ ഓരോരുത്തരെയായി കർത്താവ് എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? പ്രൈസിനോട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയുവാൻ കാണും. പല വിഷയങ്ങൾ നമുക്ക് പറയുവാനായിട്ടുണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് എന്നെ ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്, ഇന്ന വിഷയത്തിന് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പക്ഷേ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? വായിക്കാൻ നമുക്ക് 2 തെസ്സലോനിക്കർ 1-ാം 11-12 വാക്യങ്ങളെ നമുക്കത് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും കൃപയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യനായി എണ്ണിയിരിക്കുന്നു. ബ്ലെസ്സിമോളെ, നമ്മുടെ
വാട്സപ്പ് കൂട്ടായ്മകളിൽ 2 കൂട്ടായ്മയിൽ നമ്മുടെ ലിങ്ക് എടുത്ത് ഒന്നിടണം, മറന്നു പോകരുത്. ആ ബ്രദർ വന്നിട്ടുണ്ടല്ലോ. ശരി, ആരെങ്കിലും ലിങ്ക് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുക. നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പിലും നമ്മുടെ FB 2 ഗ്രൂപ്പിലും ഇടണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവായ യേശുവിന്റെ നാമം നിങ്ങളിലും നിങ്ങൾ അവനിലും മഹത്വപ്പെടേണ്ടതിന് നമ്മുടെ ദൈവം നിങ്ങളെ തന്റെ വിളിക്ക് യോഗ്യനായി എണ്ണിയിരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ നാമം നമ്മിലൂടെ വെളിപ്പെടണം ദൈവമക്കളെ. ഇത് അന്ത്യകാലമാണ്. നാം അറിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ മറ്റുള്ളവരോട് വിളിച്ച് പറയണം. ലോകത്തോട് സുവിശേഷം അറിയിക്കുവാൻ നാം എല്ലാവരും മുമ്പോട്ട് കടന്നു വരണം. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വം നമ്മിലൂടെ വെളിപ്പെടുവാൻ വേണ്ടിയാ. നമ്മെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. കർത്താവിന്റെ വിളി നമ്മിൽ ഉള്ളത് കൊണ്ടാണ് സഹോദരങ്ങളെ ഇന്ന് പ്രഭാതത്തിലും നാം ആയിരിക്കുന്ന ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നത്, നാം ഓടി വന്നിരിക്കുന്നത് വചനം കേൾക്കുവാനുള്ള ആ വാഞ്ച നമ്മിൽ ഉണ്ടായിരിക്കുന്നത് തന്നെ നമ്മിലൂടെ ദൈവത്തിന്റെ മഹത്വം ലോകത്തോട് അത് നാം തിരിച്ചറിയണം, നാം വിളിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കണമേ എന്ന് ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ, നമ്മെ വിളിച്ചിരിക്കുന്ന വിളി, നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ തിരഞ്ഞെടുപ്പ് എന്തിനു വേണ്ടിയാണ് എന്നത് നാം ഓരോരുത്തരും നാം ഉറപ്പാക്കണം എന്ന ദൈവനാമത്തിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടായേക്കാം, എപ്പോഴൊക്കെയാണ് നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. സങ്കീർത്തനം 50 1 വാക്യം ഇങ്ങനെ വ്യക്തമാക്കുന്നു: യഹോവയായ ദൈവം അരുളി ചെയ്തും സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുന്നു. അപ്പോൾ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയാണ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നത് മനസ്സിലാക്കിക്കണം. ദൈവ പൈതലെ, ദൈവ മഹത്വം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ദൈവ മഹത്വം ഇല്ല എങ്കിൽ ആ വ്യക്തിയിൽ ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ചിലർ കണ്ടിട്ടില്ലേ ദൈവമക്കളെ, സാധാരണക്കാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നിടത്ത് പോയിരുന്ന് അവരും ജഡികരെ പോലെ തന്നെ സംസാരിക്കും. പക്ഷേ ആലയങ്ങളിൽ അവർ മുൻപിലായിരിക്കും, അവർ പ്രാർത്ഥിക്കുന്നതിൽ മുൻപിലായിരിക്കും, അവർ ഓരോ കാര്യങ്ങൾക്ക് ദൈവസന്നിധി മുമ്പിലാണ്. പക്ഷേ ജഡീകർ എവിടെയൊക്കെ ഇരിക്കുന്നു? ദൈവത്തെ അറിയാത്ത വ്യക്തികൾ സംസാരിക്കുന്ന ഇടത്ത് ഇവരും പോയിരുന്ന് സംസാരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ്, ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ മിക്കവാറും കാണാറുണ്ട്. പലരും ഇടുന്ന ഓരോ പോസ്റ്ററുകൾക്ക് കാണാം ദൈവദാസിമാരും ഒക്കെ കയറിയിരുന്ന് അവർ കമന്റ് ചെയ്യാറുണ്ട്. ദൈവമക്കളെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും ഇന്ന് പ്രഭാതത്തിൽ നാം അത് ഉറപ്പാക്കിക്കൊള്ളണം. നാം ആരാണ്? പ്രൈസ് ദി ലോർഡ്. നാം ആരാണ്? ദൈവം നമ്മെ എന്തിനു വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്? നമുക്ക് ആവശ്യമില്ലാത്തിടത്ത് നമ്മൾ സംസാരിക്കാൻ പാടില്ല, ആവശ്യമില്ലാത്തയിടത്ത് നമുക്ക് ഇരിക്കാൻ പാടില്ല. ദൈവം നമ്മെ ഒരിക്കലും അതിന് അനുവദിക്കുകയില്ല. കാരണം ആരാ? നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നമ്മൾ വിളിയുള്ളവരാണ്. ആകയാൽ ദൈവ പൈതലെ, ആ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിനുള്ളത്തിനാഴത്തിൽ നമുക്കൊരു ചിന്ത വേണം. നാം ആരാണ്? നമ്മെ കർത്താവ് തെരഞ്ഞെടുത്തതാണ്. നമുക്ക് വിളിയുണ്ട്, ഉറപ്പാക്കണമേ എന്ന ദൈവനാമത്തിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ പ്രിയരെ, നമ്മിൽ ഒരു രൂപാന്തരം, ഒരു മാറ്റം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മിൽ ഒരു രൂപാന്തരം അഥവാ ഒരു മാറ്റം സംഭവിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ കർത്താവിന്റെ വിളി കേൾക്കുവാൻ കഴിയുള്ളൂ, കർത്താവിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുള്ളൂ. എല്ലാവർക്കും കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. എല്ലാവർക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ മറുപടി കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതിന് പ്രത്യേകം വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ ആവശ്യമാണ്. ഹല്ലേലൂയ. ഓടിച്ചെന്നിരുന്നുണ്ട് കുറച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ടോ കുറച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടോ കുഞ്ഞേ ഹല്ലേലൂയ ഒരിക്കലും നമുക്ക് മറുപടി ഉണ്ടാകത്തില്ല. നമുക്കെന്നൊരു പ്രത്യേക വിളി വേണം. ഇന്ന് പ്രഭാതത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരനെ, സഹോദരിയെ, നമ്മെ തന്നെ ഒന്ന് സ്വയം ഒന്ന് പരിശോധന കഴിക്കുന്നത് ആത്മീക ജീവിതത്തിന് നല്ലതാ. അല്ലെങ്കിൽ കർത്താവിനെ വിളിച്ചിട്ടുണ്ടോ? കർത്താവ് നിശ്ചയമായി എന്നെ വിളിച്ചിട്ടുണ്ടോ? എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ഇന്ന് നമ്മ ഒന്ന് ചിന്തിക്കണമേ എന്ന ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ചെറുതായിട്ട് 2-3 പോയിന്റ്സ് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ആരും ഓൺലൈനിൽ നിന്ന് പോകരുത്. പ്രിയ ദൈവമക്കളെ,
കർത്താവ് നമ്മെ വിളിച്ചതിന് ചില ഉദ്ദേശങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് കർത്താവ് നമ്മെ വിളിച്ചത് ഹല്ലേലൂയ രക്ഷയ്ക്കായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ വിളിച്ചിരിക്കുന്നത് രക്ഷയ്ക്കായിട്ടാണ്. ദൈവജനമേ, നാം ഒരു സാധാരണക്കാരനായിട്ട് ഒരു ജഡീക മനുഷ്യന്റെ വ്യക്തിയെ പോലെ ജീവിക്കാൻ വേണ്ടി അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് അപ്പന്റെ മകനായി മകളായി ജീവിക്കാനാ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വലിയ രക്ഷ കർത്താവ് തന്നിരിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് അപ്പന്റെ ആ രക്ഷ കർത്താവ് നമുക്ക് തന്നിരിക്കുക, ദാനമായി തന്നിരിക്കുക. ഹല്ലേലൂയ. കൃപയാലുള്ള ആ മഹത്വം ദൈവം നമുക്ക് തന്നിരിക്കുക. ഇന്ന് ഈ പ്രഭാതത്തിൽ അത് ഹല്ലേലൂയ പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ, രക്ഷ പ്രാപിച്ചിരിക്കുന്ന ദൈവജനം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തെ സ്തുതിച്ച് തുടങ്ങണം. എന്റെ അപ്പൻ എനിക്ക് രക്ഷ തന്നതുകൊണ്ടാ ഇന്ന് ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ. അപ്പൻ എന്നെ രക്ഷിച്ചത് കൊണ്ടാ, അപ്പന്റെ ആ വലിയ ആ രക്ഷ എനിക്ക് ദാനമായി തന്നത് കൊണ്ടാ ഇന്ന് ഞാൻ ജീവനോടെ നിൽക്കുന്നത്. എത്ര പേർക്ക് ഉണർന്ന ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, അല്ലെ കർത്താവ് നമ്മളെ വിളിച്ചത് വിളിക്ക് യോഗ്യരായി എണ്ണിയിരിക്കുകയാണെന്നാണ് വചനം വ്യക്തമാക്കുന്നത്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് ഒന്ന് വരുമ്പോൾ ദൈവമക്കളെ, അവിടെ രക്ഷയുടെ ഒരു വലിയ മഹത്വം നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ഹല്ലേലൂയ നമുക്കറിയാം, കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാം വായിക്കുവാനോ ഒന്നും നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞങ്ങനെ പോകാം. പ്രിയ ദൈവ പൈതലേ, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പൗലോസിനെയും ശീലാസിനെയും അവിടെ കാരാഗ്രഹത്തിലേക്ക് അടയ്ക്കുന്ന ഒരവസ്ഥ കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ ആ 16-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 20 മുതലുള്ള വാക്യങ്ങളെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ആ പൗലോസിനോട് ശീലാസിനോട് അവർ ചെയ്ത ദ്രോഹം അല്ലെങ്കിൽ ഉപദ്രവം അത് എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവ പൈതലേ, എന്ത് കുറ്റമാണ് ഇവർ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. ഇവരുടെ മേലുള്ള കുറ്റം, യഹൂദന്മാരായ ഈ മനുഷ്യർ പട്ടണത്തെ കലക്കി എന്നാണ് അവിടെ പറയുന്നത്. ഇവർ പട്ടണത്തെ കലക്കി ന്യായമല്ലാത്ത ആചാരങ്ങളെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുക. ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നത്, ഇവരുടെ വസ്ത്രം പറിച്ചെറിഞ്ഞു കളഞ്ഞു, എന്നിട്ട് കോലുകൊണ്ട് ഇവരെ അടിപ്പിക്കുവാനായിട്ട് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. മൃഗീയമായി ഉപദ്രവിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. പ്രിയ ദൈവമക്കളെ, രാത്രി ആയപ്പോൾ പൗലോസും ശീലാസും എന്ത് ചെയ്തറിയാമോ? ചെറിയൊരു പാട്ടുപാടി ഒന്ന് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. ഗ്ലോറി, ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി. പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സംഭവിച്ചത് അതിന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവിടെ ഒരു ചെറിയൊരു ഭൂകമ്പം ഉണ്ടായി. ആമേൻ, ഹല്ലേലൂയ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നു പോയി. ആമേൻ, ഹല്ലേലൂയ. എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു. കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. ഈ സമയം കാരാഗ്രഹ പ്രമാണി നല്ല ഉറക്കത്തിലായിരുന്നു. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നിരിക്കുന്നത് കണ്ടിട്ട് തനെന്ത് ചെയ്ത? ചങ്ങലക്കാർ ഓടിക്കളഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഊഹിച്ച് വാളൂരി തന്നെത്താൻ വെട്ടി അല്ലെങ്കിൽ മരിക്കുവാനായിട്ട് താൻ ശ്രമിക്കുകയാ. അപ്പോൾ അടുത്തിരുന്നു കൊണ്ട് പൗലോസും ശീലാസും അവരിയ്ക്കുന്ന കണ്ട് പൗലോസ് പറഞ്ഞെന്താണെന്നറിയാമോ? അരുത്, നിങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യരുത് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്നാണ്. വളരെ സമാധാനത്തോടു കൂടിയാണ് പൗലോസ് പറയുന്നത്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഒന്നും ചെയ്യരുതേ എന്ന് പറയുക. എന്നാൽ ഉടൻ തന്നെ കാരാഗ്രഹ പ്രമാണി താൻ കവിണ് വീണു, യജമാനനെ എന്ന് വിളിക്കുന്നു. താൻ ചോദിക്കുന്നു, രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയ ദൈവ പൈതലേ, അപ്പോൾ ഇവിടെ ഒരു വലിയ രക്ഷയാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഉറപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഇന്നേക്ക് ഒരുപാട് പാട്ടും പ്രാർത്ഥനയും പാട്ടൊക്കെ പാടി സ്റ്റേജ് തകർത്താൽ പോലും ഒരു കുലുക്കം പോലും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പൗലോസും ശീലാസും ഒന്ന് പാടി പ്രാർത്ഥിച്ചു എന്നാണ് നാം വായിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ ശക്തി. ഗ്ലോറി, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ എവിടെയുണ്ടോ അവിടെ അത്ഭുതങ്ങൾ നടക്കും. പ്രിയരെ, ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന കുടുംബത്തിൽ അത്ഭുതമുണ്ടാകും. വ്യക്തി ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. നാം ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന ഇടത്ത് അതിന്റെ മഹിമ അഥവാ മഹത്വം കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നാം ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു വലിയ ദൈവിക സാന്നിധ്യം ഇറങ്ങി വരും. ദൈവമക്കളെ, നമ്മളെ കണ്ടാൽ തന്നെ
വഴിമാറിപ്പോകും ദുഷ്ടൻ. ഗ്ലോറി, ഹല്ലേലൂയ. നമുക്കെതിരായി വരുന്ന ശത്രു അവൻ അകന്നു പോകും, മാറിപ്പോകും. ഒരു ദൈവ പൈതലിനെ കണ്ടു കഴിയുമ്പോൾ അതാണ് രക്ഷയുടെ മഹത്വം, അതാണ് പ്രാർത്ഥനയുടെ മഹത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ പ്രിയമുള്ള ദൈവമക്കളെ, ആമേൻ, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് കാരാഗ്രഹ പ്രമാണി രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ദൈവ പൈതലേ, അല്ലെങ്കിൽ നാം തളർന്നു പോകാമായിരുന്നു അല്ലെ, ആമേൻ, നാം പട്ടുപോകാമായിരുന്നു അല്ലെ, ആമേൻ, നമ്മുടെ കാലുകൾ ഇടറിപ്പോകാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ അനേകം നിരവധി പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഒക്കെ നമുക്ക് മുൻപിലൂടെ കടന്നുപോയി. സാമ്പത്തിക മേഖലകൾ നമ്മളെ തകർത്ത് കളഞ്ഞ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്നു. കടബാധ്യതകൾ നമ്മളെ പിടിച്ചു കുലുക്കിയ സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവ പൈതലെ, നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല എന്ന് നാം ചിന്തിച്ചിരുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നു. നമ്മെ രക്ഷിക്കുവാൻ നമ്മുടെ അരുമനാഥൻ പല രൂപത്തിലാണ് കടന്നു വന്നത്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ മനസ്സുണ്ട്? എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? നമ്മുടെ കർത്താവ് ഏതോ ഒരു രൂപത്തിൽ ഹല്ലേലൂയ നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ രക്ഷിക്കുവാനായിട്ട് കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലുള്ള വലിയ മാറ്റമാണിതല്ല. പ്രൈസ് ദി ലോർഡ്. രക്ഷ വന്നു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറിക്കഴിയും. കർത്താവ് നമ്മെ വിളിച്ചത് രക്ഷയ്ക്ക് വേണ്ടിയാണ്. രണ്ടാമതായിട്ട് ദൈവ പൈതലേ, കർത്താവ് നമ്മളെ വിളിച്ചത് കൂട്ടായ്മയിലേക്കാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കൂട്ടായ്മ അഥവാ ഫെലോഷിപ്പിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്നിപ്പോൾ എങ്ങും കൂട്ടായ്മ ബന്ധം ഇല്ല. കൂട്ടായ്മയുണ്ട്, പക്ഷേ ബന്ധമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നൊക്കെ പലർക്കും ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ പോലും കഴിയാത്ത പല സാഹചര്യങ്ങളും ഇന്നൊക്കെ പലരുടെയും ജീവിതത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ ദൈവമക്കളെ, ഹല്ലേലൂയ, ഒരുമിച്ചിരുന്ന് ആരാധിച്ചാൽ പോലും കൈ കൊടുത്ത് ഒരു പ്രൈസ് ദി ലോർഡ് പോലും പറയുവാൻ മുന്നേ പിന്നെ നോക്കും, മുഖം നോക്കും. ഹല്ലേലൂയ, ആരാ അവിടെ അടുത്തിരിക്കുന്ന നോക്കും. എന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണെങ്കിലോ നല്ല ടൈറ്റ് കണ്ണങ്ങ് ഇറുക്കി അടച്ചിരുന്ന് അങ്ങ് സ്വതന്ത്രം പറയാൻ തുടങ്ങും. പക്ഷെ അത് മനഃപൂർവ്വം അവർ അറിഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പ്രൈസ് ദി ലോർഡ്. കൂട്ടായ്മയിൽ ബന്ധമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതോ കൂട്ടായ്മയിലേക്കാണ്, കൂട്ടായ്മ ബന്ധത്തിലേക്കാണ്. ദൈവ പൈതലെ, ഓരോ ദിവസവും നാം എന്ത് ചെയ്യണം? ക്രിസ്തുവിൽ വളരുന്നവരായി മാറണം. ക്രിസ്തുവിൽ നാം വളരുന്നവരായി മാറണം. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ ഇന്നിരിക്കരുത് ദൈവമക്കളെ. ഞാൻ എൻ്റെ പ്രൊഫഷണൽ, എൻ്റെ ജോലിയിൽ പോലും ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഇന്നലത്തെ പോലെ ഇന്നിരിക്കരുത്. കാരണം ഇന്ന് നമ്മൾ എന്തെങ്കിലും ഒരു അല്പം മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മുടെ ജോലി മേഖലയിലാകട്ടെ, നമ്മുടെ ആത്മീക തലങ്ങളിൽ നിശ്ചയമായും നാം ഓരോ വ്യത്യാസങ്ങൾ തമ്മിൽ ഉണ്ടാകണം. ഇന്നലെ നമ്മൾ പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളെങ്കിൽ നാളെ നമ്മൾ പാടാനും കൂടെ പഠിക്കണം. പാട്ട് വേണം നമ്മുടെ ജീവിതത്തിൽ, പുസ്തക വായന വേണം നമ്മുടെ ജീവിതത്തിൽ, പ്രാർത്ഥന വേണം. നമ്മുടെ ഓരോ ദിവസവും അന്യത്തിന് നമ്മൾ ക്രിസ്തുവിൽ വളരുന്നവരായി മാറണം. അല്ലാതെ നമ്മൾ ഈ 1.5 വയസ്സുള്ള കുഞ്ഞു പാല് കുടിക്കുന്ന പോലെ എന്നും പാല് കുടിച്ചോണ്ടിരിക്കാൻ നമ്മൾ ഒരുങ്ങരുത്. നാലളിയ പാല് കുടിക്കുന്ന കുഞ്ഞ് മുട്ടയിൽ വീഴും, അത് നടക്കും, അല്ലെങ്കിൽ ഇരിക്കും, ഓടി നടക്കും. ഇങ്ങനെ നാം അനുദിനം നാം ക്രിസ്തുവിൽ വളരുന്നവരായി മാറണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരുന്നത് മാത്രമാണോ? ഒരുവനെ കൂടെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ നാം എല്ലാവരും അറിഞ്ഞിരിക്കണം. അതാണ് കൂട്ടായ്മ ബന്ധം അഥവാ ഫെലോഷിപ്പ്. നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത് നമ്മൾ മാത്രം പ്രാർത്ഥിച്ച് കാലത്തെ ഓട്ടാതെ, ഹല്ലേലൂയ, ദൈവ പൈതലേ, ഒരാളെ കൂടെ ക്രിസ്തുവിലേക്ക് നമ്മൾ ആദായപ്പെടുത്തുവാൻ നമ്മൾ ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ ബന്ധം വേണം. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കത്തില്ല. ഇറങ്ങണം, ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങണം. ഹല്ലേലൂയ. അനേകരെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തണമെങ്കിൽ അനേകരോട് സുവിശേഷം വിളിച്ചു പറയണം, യേശുവിനെ പറ്റി പറയണം. ജീവിക്കുന്ന കർത്താവിനെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുന്നവരായി തീരണം. മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിന്റെ സുവിശേഷം എത്തിക്കുമ്പോഴാണ് ദൈവ പൈതലെ ബന്ധമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇല്ല എങ്കിൽ ബന്ധമുണ്ടാകത്തില്ല. ഹല്ലേലൂയ. ആകെ ദൈവ പൈതലെ, ഇപ്പോൾ കൂട്ടായ്മ ആരോടാണെന്ന് അറിയാമോ? പലർക്കും കൂട്ടായ്മ ആരോടാ? ഞാനൊരു ഉദാഹരണത്തിന് പറയാം. അല്ലല്ലേ ദൈവമക്കളെ, അത് സഹോദരങ്ങളെ വേണ്ട, കൂടപ്പിറപ്പുകളെ വേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ വേണ്ട, ലോകത്തിൽ ഇന്നേക്ക് ആരും വേണ്ട. പിന്നെ ആരെയാ വേണ്ടിയത്? ഒരു മൊബൈൽ ഫോൺ കയ്യിലിരുന്നാൽ മാത്രം മതി. അതിനെ കെട്ടിപ്പിടിച്ചാൽ കിടന്നോളും, അല്ലെങ്കിൽ അതിനെ കെട്ടിപ്പിടിച്ചിരുന്നോളും. ഇന്നത്തെ ലോകം അങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഒരാഴ്ചയിൽ എത്ര പ്രാവശ്യം വേദപുസ്തകം വായിച്ചെന്ന് ചോദിച്ചാൽ അറിയത്തില്ല.
എത്ര പ്രാവശ്യം വായിച്ചെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു കളയും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഒരു ദിവസമെങ്കിലും മൊബൈൽ കയ്യിലെടുക്കാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുഞ്ഞേ 0 മാർക്കായിരിക്കും ഇന്നത്തെ ലോകത്തിനുണ്ടാകുക. ആകയാൽ ദൈവ പൈതലെ, യേശു കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആകയാൽ ദൈവമക്കളെ, ആകയാൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് കൂട്ടായ്മയിലേക്ക്. കൂട്ടായ്മ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ലോകത്തോട് ഹല്ലേലൂയ ബന്ധം സ്ഥാപിക്കാനാ ഒരുങ്ങുന്നത്. ലോകം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവമക്കളെ, സഹോദരങ്ങളെ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. പാപത്തിന്റെ അന്ധകാരത്തിലേക്ക്, പാട്ടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അനേകരെ കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവ പൈതലേ, ഹല്ലേലൂയ, അതെല്ലാം വിട്ടെറിഞ്ഞിട്ട് ഇന്ന് പ്രഭാതത്തിൽ നാം ഒരു നല്ല ഉറച്ച തീരുമാനമെടുക്കണം. യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയായി മാറണം. യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുന്ന ഒരു മകനായി മാറും, മകളായി മാറും. ഇതുവരെ ഞാൻ എന്റെ ജീവിതമൊക്കെ ഒന്ന് ഒഴിഞ്ഞു വെച്ചിട്ട്, ഇതുവരെ ഞാൻ ജീവിച്ചതൊക്കെ മാറ്റി വെച്ചിട്ട് കൂട്ടായ്മ ബന്ധത്തിലേക്ക് പോകാൻ പോകുക. ഒരു നല്ല തീരുമാനമെടുത്താട്ടെ. 2 കൊരിന്ത്യരുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: രക്ഷിക്കപ്പെട്ടവരെ നാം യേശുവിന്റെ കൂട്ടായ്മയിലാകണം. രക്ഷിക്കപ്പെട്ടവരെ നാം യേശുവിന്റെ കൂട്ടായ്മയിലാകണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവമക്കൾ എന്ന ബോധ്യം നമുക്കുണ്ടാവണം. ഏത് സ്ഥാനത്തായിരുന്നാലും ഞാനൊരു ദൈവ പൈതലാ, ഞാനൊരു ദൈവ മകളാ, കർത്താവിന്റെ മകനാ, എന്നെ അതിന് കിട്ടത്തില്ല, ഞാൻ അതിന് പോകത്തില്ല, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ എന്റെ അപ്പന്റെ മകളാണ് എന്നുള്ള ബോധ്യം നമ്മെ എപ്പോഴും ഉണർത്തിക്കൊണ്ടിരിക്കണം. കൂട്ടായ്മ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്കങ്ങനെ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 1:3 ഇങ്ങനെ പറയുന്നു: ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ആചരിക്കണം. ദൈവത്തോടാണ് നാം കൂട്ടായ്മ ആചരിക്കേണ്ടുന്നത്. ആകയാൽ നാം എന്ത് ചെയ്യണം? പാപത്തെ വിട്ട് ഒഴിയണം എന്ന് വചനം വ്യക്തമാക്കുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ, നാം എന്ത് ചെയ്യണം? കൂട്ടായ്മയ്ക്ക് വേണ്ടി കൂട്ടായ്മയിലേക്കാണ് നാം പോകേണ്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 1:3 വരുമ്പോൾ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ആചരിക്കണം. ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ ആചരിക്കണം. ദാവീദിനെ നമുക്കറിയാം. ദൈവമക്കളെ, ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ താൻ എന്ത് ചെയ്യോ? ദൈവത്തോട് താൻ നിലവിളിച്ചു എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. താൻ ദൈവത്തോട് നിലവിളിച്ചു. അപ്പോൾ ദൈവം തന്റെ പാപത്തെ ക്ഷമിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ആകയാൽ നമുക്ക് എന്ത് ചെയ്യാം? ലോക ബന്ധങ്ങളേക്ക് ഒഴിഞ്ഞിട്ട്, ദൈവമക്കളെ, പാപത്തെ വിട്ട് ഒഴിഞ്ഞിട്ട്, പ്രൈസ് ദി ലോർഡ്, നമുക്ക് യഥാർത്ഥമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ കേട്ട വചനത്തിന്റെ പടി, അതിലെ വചനത്തിൻ പ്രകാരം കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക് നമുക്ക് അനേകരെ എത്തിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കൂട്ടായ്മയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടായ്മ ബന്ധത്തിലേക്ക് വിളിച്ചിരിക്കുന്ന 3-ാമതായിട്ട് ഒറ്റ പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. 3-ാമതായിട്ട് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന നിത്യ തേജസ്സിനായിട്ടുള്ള വിളിയ. പ്രൈസ് ദി ലോർഡ്. നിത്യ തേജസ്സിനായിട്ടുള്ള വിളി. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അല്പകാലത്തേക്കുള്ള കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കർത്താവ് തന്റെ തേജസ്സിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മെ നിത്യ തേജസ്സിനായി, നിത്യ തേജസ്സിനായി. ഹല്ലേലൂയ. ഇരിക്കുന്ന ഇടത്തൊന്ന് പറഞ്ഞാട്ടെ ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, കർത്താവ് നിത്യ തേജസ്സിനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഗ്ലോറി. ഹല്ലേലൂയ. ആകയാൽ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കാൻ പോകുക. പ്രിയ ദൈവമക്കളെ, വിശ്വാസ പോർക്കളത്തിൽ നിന്ന് ആരും പട്ടുപോകരുത് എന്ന ദൈവനാമത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഒരു ധനവാൻ കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നീ യഥാസ്ഥാനപ്പെടണം. ഇന്ന് പ്രഭാതത്തിൽ നാം എല്ലാവരും ഒന്ന് യഥാസ്ഥാനപ്പെടണം. അപ്പോൾ നമ്മൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് കുറെ നാളായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാ, ഞങ്ങൾ പാരമ്പര്യമുള്ളവരാ, പക്ഷേ ഇതൊന്നും കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലാതെ അല്ലെങ്കിൽ വില പോകുകയില്ല എന്ന വളരെ വ്യക്തതയോടുകൂടി പറയട്ടെ. ഇരിക്കുന്ന ഇടത്തിൽ തന്നെ നമ്മെ ഒന്ന് ശോധന കഴിക്കുന്നത് നല്ലത് തന്നെയാ. ദൈവമക്കളെ, എത്ര പ്രാവശ്യം നമ്മള് അല്ലെങ്കിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ്, കർത്താവെ, കഴിഞ്ഞ കാല ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു പോയി, അറിയാതെ ചെയ്ത തെറ്റുകൾ ഒരുപാടുണ്ട്, കർത്താവ് എന്റെ അപ്പനോട് ക്ഷമിക്കണം. ഇന്ന പ്രഭാതത്തിൽ അപ്പച്ച എന്നെ കർത്താവ് വിളിച്ചിരിക്കുന്ന നിത്യ തേജസ്സിന് വേണ്ടിയാണെന്ന് എനിക്ക് അറിയുവാനിടയായി. ആകയാൽ കർത്താവെ, എന്നെ ആത്മാവിലൊന്ന് ബലപ്പെടുത്തണമേ. എനിക്കൊരു പുത്തൻ പുതിയ
എനിക്ക് അഭിഷേകത്തെ തന്ന കർത്താവ് നിറയ്ക്കണം. ഓരോ ദിവസവും ഞാൻ ക്രിസ്തുവിൽ വളരുന്ന ഒരു വ്യക്തിയായി തീരുവാൻ എന്നെ അപ്പച്ചൻ ഒരുക്കണമേ എന്ന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കറിയാം പൗലോസിന്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ ശൂലങ്ങൾ കർത്താവ് കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കഷ്ടതയില്ലാതെ പോയിരുന്നെങ്കിലും എന്റെ ദൈവമക്കളെ, ഹല്ലേലൂയ, വളരെയേറെ അഹങ്കരിച്ചു പോയേനെ, ദൈവസന്നിധി വിട്ട് എപ്പോഴേ ഓടിപ്പോയേനെ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ ചെറിയ കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നത് നമ്മളെ ഒരു പടി കൂടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാ. ആകയാൽ ആരും അധൈര്യപ്പെട്ട് മാറി നിൽക്കരുത്. എന്താടാ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ വന്നുപോയി എന്നൊന്നും ആരും പറയരുത്. ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് കഷ്ടത എനിക്ക് കൂടിയെന്നാരും പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെ എന്നെ ഇങ്ങനെ പിശാച് അടിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറയരുത്. ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നിങ്ങൾക്ക് സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട്, ഹല്ലേലൂയ, ലോകത്തിലെ കഷ്ടങ്ങളെ ജയിച്ചവനായി കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ നാളുകളായി, ഹല്ലേലൂയ, നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വരാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കഷ്ടങ്ങളും ശോധനകളൊക്കെ നമുക്കുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ അതറിയാം, അത് ഉള്ളത് കൊണ്ട് കർത്താവ് പറഞ്ഞത്, ഈ ലോകത്തിലെ കഷ്ടങ്ങളെ ഞാൻ ജയിച്ചിരിക്കുന്നു. കുഞ്ഞേ, നീ അധൈര്യപ്പെടേണ്ട. മകളെ, നീ അധൈര്യപ്പെടേണ്ട. ഹല്ലേലൂയ. സഹോദര, നീ ഭാരപ്പെടേണ്ട. നിനക്ക് കഷ്ടത ഉണ്ടാകും എന്ന് കർത്താവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുക. അതുകൊണ്ട് കഷ്ടതയെ പിടിച്ചുകൊണ്ട് നിൽക്കണ്ട. ഹല്ലേലൂയ. കഷ്ടത നമ്മളെ കർത്താവിലേക്ക് അടുപ്പിക്കാനാ. ശോധന നമുക്ക് ഒരു പടി കൂടെ നമ്മളെ ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയാണെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് ഈ നാളുകളായി നമുക്ക് മുൻപോട്ട് വരാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്ത് വരാം ദൈവമക്കളെ. ഹല്ലേലൂയ. ആകയാൽ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് നിത്യ തേജസ്സിനായിട്ടാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് ദൈവമക്കളെ. ഒരിക്കലും നമ്മളെ കൈവിടുന്ന കർത്താവല്ല. ആകയാൽ എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് രക്ഷയ്ക്കായിട്ടാണ്, കൂട്ടായ്മ ബന്ധത്തിലേക്കാണ്, നിത്യ തേജസ്സിലേക്കാണ്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിന്റെ വരവോളം വിശ്വസ്തരായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. എല്ലാവരും ഇരിക്കുന്ന ഇടത്ത് കണ്ണുകൾ അടച്ചാട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, കർത്താവ്, ഞങ്ങൾ കേട്ടതായി വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹവും നന്മയുമായി തീരട്ടെ. അപ്പ അങ്ങ് ഞങ്ങളെ വിളി തിരഞ്ഞെടുപ്പ് അത് രക്ഷയ്ക്കായിട്ടാണ്, കൂട്ടായ്മ ബന്ധത്തിലേക്കാണ്, നിത്യ തേജസ്സിലേക്കാണെന്ന് ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുവാനിടയായി. കേട്ടവർക്കായി സ്തോത്രം, കേൾക്കുവാനുള്ളവർക്കായി സ്തോത്രം. ഈ വചനം എല്ലാവർക്കും നന്മയും അനുഗ്രഹമായി തീരട്ടെ എന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. അടിയനെ ബലപ്പെടുത്തിനായി സ്തുതിക്കുന്നു രാജാ. സകല നന്മകളാലും നിറയ്ക്കണം. സകല യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ഇങ്ങനെ ഒരു നല്ല അവസരം കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. ദൈവത്തിന് കോടാനുകൂടി നന്ദി അർപ്പിക്കാം. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു സാഹചര്യം അല്ല ഇത്. ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയത് തന്നെ ദൈവത്തിന് നന്ദി പറയണം. ഞാൻ പ്രതീക്ഷിച്ചിരുന്ന അല്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കൃത്യം 4 മണിക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണം പേജിൽ എന്റെ മെസ്സേജ് ഉണ്ടാവും. നാളെ നടക്കേണ്ടുന്ന മെസ്സേജ് ഇന്ന് ഞാൻ ചെയ്യും. കാരണം ഇന്ന് ഒരു അല്പ നിമിഷം എനിക്ക് പകൽ ലഭിക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ആ സമയങ്ങളെ വേർതിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വരും ദിവസങ്ങളിൽ എപ്രകാരമോ കർത്താവ് എങ്ങനെ നടത്തുന്നു അതുപോലെ നമുക്ക് മുമ്പോട്ട് പോകാം. കാരണം ഞാനൊന്നും പ്രവചിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എങ്ങനെ നടക്കുന്നു എന്ന് എനിക്കറിയില്ല. ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ അങ്ങനെയൊക്കെ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ലഭിക്കുന്ന സമയങ്ങൾ നമുക്ക് അത് ആ കർത്താവിന് വേണ്ടി വിനിയോഗിക്കാം. കടന്നു വന്ന എന്റെ എല്ലാ അഡ്മിന്മാർക്കും അതുപോലെ എന്റെ മെമ്പേഴ്സ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ ഈ സമയം അറിയിക്കുന്നു. എന്നെ പ്രത്യേകിച്ച് മാന്യ പ്രേക്ഷകരുള്ള നന്ദി അറിയിക്കട്ടെ. കർത്താവിന് വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നത് അറിയിച്ചുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഉണരാം. കർത്താവ് നമ്മളെ വിളിച്ച വിളിയും തെരഞ്ഞെടുപ്പും വീണ്ടും വീണ്ടും ഉറപ്പാക്കിക്കൊണ്ട് കർത്താവിന്റെ വരവോളം വിശ്വസ്തരായി ദൈവസന്നിധിയിൽ നമുക്ക് കാണപ്പെടാം എന്ന് ഞാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ നിർത്തുന്നതിന് മുൻപായി ഒരു ആ കാര്യം കൂടെ പറയാതിരിക്കാൻ കഴിയുകയില്ല. ദൈവമക്കളെ, നമുക്ക് റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിന് തന്നെ 2 വാട്സ്ആപ്പ് കൂട്ടായ്മയും അതുപോലെ തന്നെ 2 യൂട്യൂബ് ചാനൽ, അതുപോലെ തന്നെ FB പേജുണ്ട്, 2 ഗ്രൂപ്പുകൾ ഉണ്ട് നമുക്ക് FB തന്നെ. ഇവിടൊക്കെ ദൈവം അനേക ദൈവമക്കളെയും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ശുശ്രൂഷകളെ മാനിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ കരം പ്രവർത്തിക്കേണ്ടതിനായി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അനേക ആത്മാക്കളെ ദൈവം നമുക്ക് തരുവോളം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് മുന്നേറാം. അതുപോലെ തന്നെ ശുശ്രൂഷയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ നിങ്ങൾ എന്റെ മുകളിലൊരു നമ്പർ കിടപ്പുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ എടുത്ത് വിളിച്ച് നിങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയോട് ചേർന്ന് പ്രവർത്തിപ്പാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉള്ളവർ ദയവായി നിങ്ങൾ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ ആ വിഷയങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്നും അറിയിച്ചുകൊണ്ടും എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവ കർത്താവ് സകലരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.